പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ KSRTC പ്രിയദർശിനി സർവീസുകൾ സ്വകാര്യ ബസ്സുകാർ തടഞ്ഞതായി പരാതി. ഇന്ന് സർവീസ് തുടങ്ങിയ ബസ്സുകളാണ് തടഞ്ഞത്. ബ്ലൂ ഹിൽ എന്ന സ്വകാര്യ കമ്പനി ഈ റൂട്ടിൽ മിന്നൽ പണിമുടക്കം നടത്തുന്നുണ്ട്. നേരത്തെ ഈ റൂട്ടിൽ ബ്ലൂ ഹില്ലിന്റെ 16 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഈ പ്രിയദർശിനി ബസ്സിന്റെ വരവോടുകൂടി സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം, ആ ഒരു ആശങ്കയാണോ ഇവർ ഈ പ്രതിഷേധത്തിലൂടെ അറിയിക്കുന്നത്? എന്താണുണ്ടായത്? അരുണി, അങ്ങനെ തന്നെയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആശങ്കയാണ് അവർ നേരത്തെ പങ്കുവച്ചത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രിയദർശിനി ബസ് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്. MP ആന്റോ ആന്റണി അടക്കമുള്ള ആളുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്സാണ്. അതിന്റെ സർവീസ് നടത്തുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷവും അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇവർ ബസ് തടഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സമയകൃത്യത പാലിച്ചുകൊണ്ടല്ല ഈ പ്രിയദർശിനി ബസ് ഈ റൂട്ടിൽ ഓടുന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് ഏതൊക്കെ സമയത്താണ് ഈ ബസ് ഈ റൂട്ടിൽ ഉള്ളത് എന്ന കാര്യം പോലും KSRTC അധികൃതർ അറിയിക്കുന്നില്ല. ഒരു തരത്തിലും ഒരു കൃത്യത പാലിക്കാതെയാണ് ഇവർ ബസ് റൂട്ട് നടത്തുന്നത് എന്നാണ് പ്രധാനമായും ഈ ബസ് ജീവനക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം. അതിന്റെ ആ കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ ബസ് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTC പ്രിയദർശിനി ബസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പൊല്യൂഷനോ അല്ലെങ്കിൽ ഇൻഷുറൻസോ പെർമിറ്റോ അടക്കമില്ലാത്ത ബസ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഈ റൂട്ടിൽ ഓടാൻ സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലെല്ലാം ഉപരി ഇവർ പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയദർശിനി പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി ബസ് ജീവനക്കാർ, സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധിയാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. 101 ജീവനക്കാരാണ് നിലവിൽ ഈ ബ്ലൂ ഹിൽ ബസ്സിലെ വിവിധ ബസ്സുകളിൽ ഉള്ളത്. ഇവരെ പഞ്ചായത്ത് ഏറ്റെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബസ് ജീവനക്കാരും ബസ് മാനേജ്മെന്റും പറയുന്നത്. അല്ലാത്ത പക്ഷം ഈ വലിയ പ്രതിസന്ധി സ്വകാര്യ ബസ് മേഖലയ്ക്ക് ഉണ്ടായതുപോലെ തന്നെ ഈ റൂട്ടിലുള്ള ബ്ലൂ ഹിൽ ബസ് മേഖലയ്ക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാകും. ഒന്നെങ്കിൽ ഈ KSRTC ബസ് ഓടുന്ന പ്രിയദർശിനി ബസ് സമയകൃത്യത പാലിച്ചുകൊണ്ട് ഏതൊക്കെ സമയത്താണ് ആ റൂട്ടിൽ ഓടുന്നത് എന്ന കൃത്യം അറിയിച്ചുകൊണ്ട് ആ ബസ് റൂട്ട് ഓടണമല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെയും KSRTCയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് അടക്കം ഉണ്ടാകണമെന്നാണ് ഈ ബസ് ജീവനക്കാരും മാനേജ്മെന്റും പറയുന്നത്. അരുണ്യ. ശരി, ശ്രീരാജാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.